പി വി അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ലീഗ് നേതാവ് ഫേസ്ബുക്കിൽ നടത്തിയ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. ഈ FB പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ നിർദ്ദേശം വന്നായിരുന്നു. മാത്രമല്ല ഈ നേതാവിനെതിരെ നടപടിയെടുക്കാൻ ലീഗ് നേതാക്കൾ ആലോചിക്കുന്നുവെന്നും വാർത്ത വരുന്നു. നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റാണ് ഇദ്ദേഹത്തെ പി വി അൻവറിനെ ലീഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും നമുക്കൊന്നിച്ച് പോരാടാമെന്നും പ്രസ്താവന നടത്തിയത്. ഇപ്പോൾ ദീപക് തർമ്മടം കോഴിക്കോട് നിന്ന് ചേരുന്നു. ഇപ്പോൾ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞുവെന്ന് വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. പറയൂ ദീപക് തർമ്മടം, പറയൂ. SKN അൻവറിനെ സ്വാഗതം ചെയ്ത ലീഗ് പ്രാദേശിക നേതാവ്, അതായത് മണ്ഡലം പ്രസിഡന്റ്, നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റിനെതിരെ നടപടി വരുന്നു. കർക്കശമായ നിലപാട് മുസ്ലിം ലീഗ് നേതൃത്വം കൂടിയാലോചിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ്, നടപടി വാർത്താക്കുറിപ്പ് ഇറങ്ങുമെന്നാണ് നമുക്ക് ലീഗിൻ്റെ ഉന്നതാധികാര കേന്ദ്രങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. അൻവറിനെ UDF-ലേക്കോ ലീഗിലേക്കോ ഇപ്പോൾ സ്വാഗതം ചെയ്യേണ്ടതില്ല എന്നതാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട്. മാത്രവുമല്ല, ഈ പോസ്റ്റ് ഇട്ട നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റിനോട് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ജില്ലാ നേതൃത്വത്തോട് ആവശ്യപ്പെട്ട പ്രകാരം നേരിട്ട് വിളിച്ച് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ, അതായത് 24 ഇങ്ങനെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ നിർദ്ദേശം എന്ന വാർത്ത കൊടുത്തു. ഏതാനും മിനിറ്റുകൾക്കകം തന്നെ പോസ്റ്റ് അപ്രത്യക്ഷമായിരിക്കുന്നു. അതായത് മുസ്ലിം ലീഗ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് പി വി അൻവറിനെ സ്വാഗതം ചെയ്ത FB പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഇവിടെ തീരില്ല. സംഘടനാ നടപടി, അച്ചടക്ക നടപടിയിലേക്ക് കടക്കും. അല്പസമയത്തിനകം തന്നെ ലീഗിൻ്റെ നടപടി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. SKN. മാത്രമല്ല, അല്പം മുമ്പ് PK കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചപ്പോൾ അത്തരമൊരു പ്രസ്താവനയെക്കുറിച്ച് അറിയില്ല എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, താൻ അതിനെക്കുറിച്ച് പ്രതികരിച്ചാൽ അതിന് വേണ്ടാത്ത മാനം ലഭിക്കുമെന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ പിന്നാലെയാണോ ഈ നടപടി വന്നത്? അങ്ങനെ തന്നെയാണ് SKN. അതായത് PK കുഞ്ഞാലിക്കുട്ടി വിവരങ്ങൾ അറിഞ്ഞിരുന്നു. നമുക്ക് ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് PMA സലാമും PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും ഫോണിൽ ഈ കാര്യം സംസാരിച്ചു. അതിനുശേഷം തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ മാധ്യമങ്ങളെ കാണലുണ്ടായത്. അതിൽ നമ്മുടെ പ്രതിനിധി വിപിൻ സി വിജയൻ ഈ കാര്യം ചോദിക്കുന്നു. ആ ചോദ്യത്തിന് അദ്ദേഹം അതിനെക്കുറിച്ച് എനിക്കറിയില്ല എന്ന് അദ്ദേഹം ലാഘവ ബുദ്ധിയിൽ അതിനെ പറഞ്ഞു ഒഴിവാക്കുകയായിരുന്നു. മാത്രവുമല്ല, അതിനെ എൻഡോസ് ചെയ്യേണ്ടതില്ല. അതായത് സംസ്ഥാന തലത്തിലുള്ള നേതാക്കൾ അതിൽ പ്രതികരിച്ച് ഈ മണ്ഡലം പ്രസിഡന്റിൻ്റെ ഒരു പോസ്റ്റിന് പ്രാധാന്യം നൽകുകയോ PV അൻവറിന് പ്രാധാന്യം നൽകുകയോ ചെയ്യേണ്ടതില്ല എന്നതാണ് ലീഗിൻ്റെ നിലപാട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടി അങ്ങനെ പറഞ്ഞത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഏതായാലും പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് 24 ആണ് ഈ വാർത്ത ആദ്യം പുറത്തുവിടുന്നത്. പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകി എന്നുള്ളത് തൊട്ടു പുറകെ തന്നെ ഡിലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ലീഗിൻ്റെ ഉന്നതാധികാര സമിതിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. SKN. ഓക്കെ, ദീപക് തർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. എന്നാൽ പി വി അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള നിലമ്പൂർ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് പോസ്റ്റ് അപ്രത്യക്ഷമായി. അത് ലീഗ് നേതാക്കന്മാരുടെ നിർദ്ദേശമനുസരിച്ച് ഡിലീറ്റ് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.